ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പുനെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും പഠനത്തിലായിരിക്കും എന്നറിയാം. അതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മോട്ടിവേഷൻ, അതായത് പഠനത്തിൽ എന്തെങ്കിലും ഉഴപ്പ് സംഭവിച്ചവർക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ, ആ ഒരു രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ PSC ഉദ്യോഗാർത്ഥിയോടും ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങളെന്ന് പറയുന്നത് സാധാരണ ആളല്ല, നിങ്ങളൊരു PSC ആസ്പിരൻ്റ് ആണ്. പലർക്കും PSC എന്നത് വെറും ഒരു പരീക്ഷയായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അറിയുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പരീക്ഷയല്ല, മറിച്ച് ഇതൊരു ജീവിതമാണ് അല്ലേ? കാരണം ഇവിടെ ജയിച്ചാൽ സ്ഥിരതയുള്ള ജോലി, അതുപോലെ മാന്യമായ ജീവിതം, കുടുംബത്തിന് അഭിമാനം, സമൂഹത്തിലൊരു തിരിച്ചറിയൽ എല്ലാം ഒരുമിച്ച് വരും. പക്ഷേ ഈ വഴിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതാണോ? അല്ല, ഒരിക്കലുമല്ല അല്ലേ? സുഹൃത്തുക്കളൊക്കെ മുന്നോട്ട് പോയി, ബന്ധുക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇനിയും PSC ആണോ, വേറെ ജോലി നോക്കിക്കൂടെ അല്ലേ? ഈ വാക്കുകളൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കേൾക്കുക, ഈ വേദനയാണ് നാളെ നിങ്ങൾക്ക് ശക്തിയാകാനായിട്ട് പോകുന്നത്. പലരും ചോദിക്കും, എത്ര തവണ പരീക്ഷ എഴുതി ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ തയ്യാറെടുക്കുന്ന വഴിയിലാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കല്ല് എടുക്കുക, ആ കല്ല് പൊട്ടിക്കാൻ അല്ലേ, പാറ പൊട്ടിക്കാൻ അതിൻ്റെ അവസാനത്തെ അടിയാണ് എന്തിന് കാരണമാകുന്നത്? ആ കല്ല് അല്ലെങ്കിൽ ആ പാറ പൊടിയാനായിട്ട് കാരണമാകുന്നത്. പക്ഷെ അതിന് മുമ്പ് 1000 അടികൾ അത് സഹിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവസാനത്തെ അടിക്ക് മുമ്പ് നിങ്ങൾ നിർത്തിയാൽ പിന്നെ അത് പൊട്ടുമോ? ഇല്ല. അവസാനത്തെ അടിക്ക് മുമ്പ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിർത്തരുത്. ഇന്നൊരു സത്യം പറഞ്ഞു തരാം. അതായത് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്ക് തുറക്കണം അല്ലേ? ബുക്ക് തുറക്കുന്നു. മറ്റുള്ളവർ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യുന്നു. മറ്റുള്ളവർ കൈവിടുമ്പോൾ നിങ്ങൾ തുടരുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഓർക്കണം, PSC അത്ഭുതം നോക്കിയല്ല, സ്ഥിരത നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരാൾ ഒരു ദിവസം 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതല്ല, 100 ദിവസം തുടർച്ചയായി ഒരു 2-3 മണിക്കൂർ പഠിച്ചതാണ് ചിലപ്പോൾ അയാളുടെ വിജയം തീരുമാനിക്കുന്നത്. ഇന്ന് നിങ്ങൾ തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ഇത് ശരിയാവോ, എനിക്ക് പറ്റുമോ, ഈ സംശയങ്ങൾ നിങ്ങൾ തെറ്റായ വഴിയിലാണെന്ന തെളിവല്ല, നിങ്ങൾ ശരിയായ വഴിയിലാണെന്ന അടയാളാണ്. കാരണം എന്താ? സ്വപ്നമില്ലാത്തവൻ ഒരിക്കലും തളരില്ല. സ്വപ്നമുള്ളവർക്ക് മാത്രമാണ് ഈ വേദന ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ദിവസം നമുക്കും വരും. നിങ്ങളുടെ ജോലി കാർഡുണ്ടല്ലോ, ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടല്ലോ, അത് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസം. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ, അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ ഇവരുടെ കണ്ണ് നിറയുന്ന ദിവസം. എൻ്റെ മകന് അല്ലെങ്കിൽ മകള് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്ന ഒരു ദിവസം. ആ ദിവസം ഒന്ന് ഓർത്തു നോക്കുക, ഇന്നത്തെ മടുപ്പിനെ മറികടക്കാൻ അല്ലേ? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഒറ്റ ഒന്നായിരിക്കണം. ഇനി പഠിക്കണോ എന്നല്ല, എനിക്ക് എത്ര ശക്തിയായിട്ട് തുടരണം എന്നായിരിക്കണം. നിങ്ങൾ PSC ഉദ്യോഗാർത്ഥിയാണ്, അത് തന്നെ വലിയൊരു തിരിച്ചറിയലാണ്. തളരാൻ പാടില്ല, നിലക്കാൻ പാടില്ല, കൈവിട്ടു പോകരുത്. കാരണം നിങ്ങളുടെ പേരുള്ള ആ ലിസ്റ്റ് ഇനിയും വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗവൺമെൻറ് എംപ്ലോയി.